ഇനി പെയിന്റ് അടിക്കുന്ന സമയത്ത് നമുക്ക് ഏതൊക്കെ രീതിയിൽ ക്യാഷ് ലാഭിക്കാമെന്ന് ഈ വീഡിയോയിലൂടെ കാണാം. ഒന്നാമത്, വീടിന് ആവശ്യമായ പെയിന്റ് കറക്റ്റ് അളവിന് മാത്രം പർച്ചേസ് ചെയ്യുക. ഇനി കറക്റ്റ് അളവ് എങ്ങനെ കണ്ടുപിടിക്കുമെന്നല്ലേ? 1 ലിറ്ററിന് 55 മുതൽ 65 സ്ക്വയർ ഫീറ്റ് വരെയാണ് പെയിന്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ 1000 സ്ക്വയർ ഫീറ്റിന് 1000 ഡിവൈഡഡ് ബൈ 55, അതായത് 18.18 ലിറ്റർ ആണ് പെയിന്റ് ആവശ്യം വരുന്നത്. 1 ലിറ്ററിൽ 300 ml വെള്ളമാണ് നമ്മൾ സാധാരണ ചേർക്കേണ്ടത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 15 ലിറ്ററിനുള്ളിൽ മാത്രമേ പെയിന്റ് ആവശ്യം വരുന്നുള്ളൂ. ഇനി വീടിന്റെ ഉള്ളിലാണ് പെയിന്റ് അടിക്കുന്നത് എങ്കിൽ നോർമലി 1000 സ്ക്വയർ ഫീറ്റ് ചുമര പെയിന്റ് അടിക്കാനായി 1000 ഡിവൈഡഡ് ബൈ 120, അതായത് 8 ലിറ്റർ പെയിന്റ് മാത്രമേ ആവശ്യമായി വരുന്നുള്ളൂ. അപ്പോൾ ഏകദേശം 5 ലിറ്ററിനുള്ളിൽ മാത്രമേ പെയിന്റ് ആവശ്യമായി വരുന്നുള്ളൂ. ഇത് 2 കോട്ട് അടിക്കുമ്പോഴുള്ള കാര്യമാണ് കേട്ടോ പറയുന്നത്. ഇനി രണ്ടാമതായി, റോളർ യൂസ് ചെയ്യുന്ന സമയത്ത് എക്സ്റ്റീരിയർ പെയിന്റ് അടിക്കുവാൻ എക്സ്റ്റീരിയർ റോളറും ഇന്റീരിയർ പെയിന്റ് അടിക്കുവാൻ ഇന്റീരിയർ റോളറും തന്നെ ഉപയോഗിക്കാൻ നോക്കുക. ഇനി ഇതെല്ലാം പോട്ടെ, ഇനി നോർമലി ഒരു പെയിന്റ് ഉണങ്ങാൻ എത്ര ദിവസം വേണമെന്നറിയാമോ? 14 ദിവസമാണ് വേണ്ടത്. അതായത് 1 മണിക്കൂർ കൊണ്ട് ടച്ച് ഡ്രൈയും 4 മണിക്കൂർ കൊണ്ട് സെക്കൻഡ് കോട്ടും കഴിഞ്ഞാൽ പെയിന്റ് ഉണങ്ങാൻ കൃത്യമായിട്ട് 14 ദിവസം എടുക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി കീപ് ഫോളോവിങ് എൽഫോലാൻസ്.